ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് വൈബ് വിത്ത് ബാർബി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു Q&A ആയിട്ടാട്ടോ. ഞാൻ ഒരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിലും, അതെനിക്ക് ഇൻസ്റ്റയിലും ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു Q&A പോലെ. അപ്പോൾ അതിനകത്ത് വന്ന ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ഒരു റെസ്പോൺസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അതിനകത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ, അതായത് ഞാൻ എന്താ വർക്ക് ചെയ്യുകയാണോ, എന്താ ദുബായിൽ ചെയ്യുന്നത്, ദുബായിൽ വന്നിട്ട് എത്ര നാളായി, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ ചോദിച്ചിട്ട് അതെനിക്ക് കുറച്ച് പേര് എനിക്ക് DM അയച്ചിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ നമുക്ക് കൂടുതൽ വലിച്ചു നീട്ടാണ്ട് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എന്നെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് നഫ്സി എന്നാണ് കേട്ടോ. ഇതുവരെയായിട്ടും എന്നെക്കുറിച്ച് അറിയാത്തവരുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ പേര് നഫ്സി എന്നാണ്. ഞാൻ ഓൾറെഡി ഒരു ഇൻട്രോ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എത്ര പേര് കണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എനിവേ ഒന്നുകൂടെ പറയാം, എൻ്റെ പേര് നഫ്സി എന്നാണ്. നഫ്സി നസീർ എന്നാണ് എൻ്റെ പേര്. ബാക്കി ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, റംജിത്ത് യൂട്യൂബിൽ വന്നയാ. റംജിത്ത് ചോദിച്ചിട്ടുണ്ട് ജോബ് എന്താന്നുള്ളത്. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണ്, ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ് ആണ് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നത്. JLT എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്, ജുമേറയിൽ. പിന്നെ കുറച്ച് പേര് ചോദിച്ചു UAE എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ ദുബായിലാണ് ഉള്ളത്. ദുബായിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇത്തായുടെ ഏറ്റവും ഇഷ്ടമുള്ള കസിൻ, സിസ്റ്റർ ആൻഡ് ബ്രദർ. പിന്നെ ഇത്തായുടെ സ്റ്റാറ്റസിലുള്ളത് ഇത്തായുടെ ഉമ്മയാണോ വാപ്പയാണോ അതോ ഉമ്മച്ചുമ്മയാണോ? ഓക്കെ, ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ സ്റ്റോറിയുടെ കാര്യമായിരിക്കും പറഞ്ഞേക്കുന്നത്. അപ്പോൾ സ്റ്റോറിയിൽ ഞാൻ ഇട്ടിരിക്കുന്നത് ഞാൻ ഉമ്മച്ചുമായി ഇട്ടിട്ടുണ്ട്, ഓറഞ്ച് പായ, അതായത് എൻ്റെ ഉമ്മയുടെ വാപ്പ ഞാൻ വിളിക്കുന്നത് ഓറഞ്ച് പാ എന്നാണ്. അപ്പോൾ ഓറഞ്ച് പായ ഇട്ടിട്ടുണ്ട്, ഉമ്മായ ഇട്ടിട്ടുണ്ട്, വാപ്പച്ചായ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഇവരെല്ലാവരും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോസ്റ്റും ചെയ്തിട്ടുണ്ട് ഉമ്മച്ചിയും വാപ്പച്ചായിട്ട് നിൽക്കുന്നത്. അത്രേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട് ഫേവറേറ്റ് കസിൻ, സിസ്റ്ററിൻ്റെയും ബ്രദറിൻ്റെയും കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫേവറേറ്റ് കസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫേവറേറ്റ് കസിൻ എനിക്ക് കസിൻസ് എൻ്റെ വാപ്പാടെ റിലേഷനായാലും ഉമ്മയുടെ റിലേഷനായാലും കസിൻസ് കുറേ ഉണ്ട്. പക്ഷേ എന്നാലും അതിനകത്ത് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ട്. അപ്പം ചിന്നുവിൻ്റെ കാര്യം പറയുന്നതെങ്കിൽ എൻ്റെ വാപ്പാടെ റിലേഷനാണ്. ചിന്നു ഞാൻ തമ്മിലുള്ള റിലേഷൻ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാപ്പാടെ സിസ്റ്ററിൻ്റെ മോളാണ് ചിന്നു, ജാസ്മിൻ ജാഫർ. അപ്പം അവളും ഞാനും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു സ്പെഷ്യൽ ബോണ്ടാട്ടോ. കാര്യം ഞങ്ങൾ കുഞ്ഞുനാളിലേ വളർന്നു വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വിൻസ് കണക്കാണ് ഞങ്ങൾ വളർന്നത്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ, ഒരു കല്യാണം ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കും ചിന്നുവിനും സെയിം കളർ സെയിം ഡ്രസ്സ് എടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര സീനാണ്. ഞങ്ങൾ അങ്ങനെ ആയിരുന്നു വളർന്നത്. ഇല്ലെങ്കിൽ എന്തെങ്കിലും അവൾക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കൂടുതൽ കിട്ടിയാൽ പോലെ എനിക്ക് ഭയങ്കര, ഞങ്ങൾ അടി ഉണ്ടാക്കാനും വഴക്കും എന്നാ സ്നേഹം എല്ലാം ഉള്ളൊരു ബോണ്ടാണ് ഞാനും ചിന്നുവും തമ്മിലുള്ള ഒരു വൈബ്. അപ്പോൾ അതങ്ങനെയാണ്. എൻ്റെ കസിൻസിൻ്റെ വേറെ സിസ്റ്റേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ മക്കളുണ്ട്. അപ്പോൾ അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മക്കളെ കണക്കാം. ഞാൻ കുഞ്ഞിലേ തൊട്ട് അവരെ എടുത്ത് വളർത്തി ആ ഒരു വൈബാണ്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിള്ളേരെ കണക്കാം. അപ്പം രണ്ട് വൈബാണ്. എന്നാൽ ഇവരെല്ലാവരും എൻ്റെ ഫേവറേറ്റ് ആട്ടോ. അപ്പം ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എൻ്റെ കസിൻ ബ്രദറിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു സിബ്ലിംഗ് ആണുള്ളത്, അൽത്താഫ് എന്നാ പേര്, അച്ചു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ സിബ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇൻസ്റ്റയിൽ ഞാൻ അപ്പൂസ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. അതൊക്കെ എൻ്റെ കുഞ്ഞാടെ മക്കളാട്ടോ, എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ മക്കളാണ്. ഓക്കെ, അതത്രേ ഉള്ളൂ. ഓക്കെ, നെയിം മീനിങ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേര് നഫ്സി എന്നുള്ള പേരിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് എനിക്ക് എൻ്റെ പേരിൻ്റെ മീനിങ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. അതെന്താ വെച്ചാൽ എനിക്കറിയത്തില്ല. എൻ്റെ പേരിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ബോഡി എന്നാണ്, ശരീരം എന്നാണ് എൻ്റെ പേരിൻ്റെ അറബ് മീനിങ്. അത് മാത്രമല്ല സോൾ എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ഒരു സെൻറ്റൻസിനകത്ത് വരുമ്പോൾ പല മീനിങ് വരുന്നുണ്ട്. അപ്പം സോൾ എന്ന് വരുന്നുണ്ട്, അത് കണക്ക് മൈസെൽഫ് എന്നൊക്കെ വരുന്നുണ്ട് എൻ്റെ പേരിൻ്റെ മീനിങ്. പണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെ പേരിൻ്റെ അർത്ഥം, പേരിൻ്റെ മീനിങ്ങും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇപ്പോൾ പണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ആരെങ്കിലും ഇങ്ങനെ പേരിൻ്റെ മീനിങ് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ ഒന്നും പറയത്തില്ല. ഇപ്പം ടീച്ചർമാരൊക്കെ നമ്മളടുത്ത് സ്കൂളിൽ ടീച്ചർമാരിങ്ങനെ ചോദിക്കത്തില്ലേ, പേരിന് ഇയാളുടെ പേരിൻ്റെ മീനിങ് പറ, പേര്. എൻ്റെ പേര് മാത്രം സ്കൂളിൽ പഠിക്കാൻ നേരത്ത് ഇങ്ങനെ നഫ്സി എന്ന് പേര് പറയുമ്പം എന്താ പറഞ്ഞേ കേട്ടില്ല, എന്തെങ്കിലും ഒരു സാധനം വരും. രണ്ടാമതൊരു വട്ടം എന്തായാലും ചോദിച്ചിരിക്കും എൻ്റെ പേരിന് കേൾക്കുമ്പോഴത്തേക്കും. രണ്ടാമത് എന്തായാലും ഒരു വട്ടം കൂടെ ചോദിച്ചിരിക്കും. അത് കാരണം പണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ പേര് നല്ല ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ പേരിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഫ്സി, സോൾ, ബോഡി, മൈസെൽഫ്, ഇതൊക്കെ തന്നെയാണ് വരുന്നത്. കുറെ പിന്നെയും വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അറബ്സിൽ വരുമ്പോഴത്തേന് ഇനിയും മീനിങ്സ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. പല ഇതായിട്ടാണ് വരുന്നത്. ഓക്കെ,
അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് എൻ്റെ പേരിൻ്റെ മീനിങ് വരുമ്പം എനിക്ക് മാത്രമാണ് ബോഡി എന്നുള്ളത് വരുന്നതെന്ന്. പക്ഷെ അല്ല കേട്ടോ. അപ്പോൾ ജിസ്മലിൻ്റെ പേരിൻ്റെ മീനിങ് വരുന്നത് ബോഡി എന്ന് തന്നെ കേട്ടോ. അത് ഞങ്ങൾ പരിചയപ്പെട്ട സമയത്ത് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേക്കാണ് അവനിങ്ങനെ പറഞ്ഞത്, എൻ്റെ പേരിൻ്റെ മീനിങ് ബോഡി എന്നാണ് വരുന്നത്, എനിക്ക് വലിയ താല്പര്യം. അവൻ പറഞ്ഞു എൻ്റെയും അങ്ങനെ തന്നെയാണ്, എൻ്റെ മീനിങ്ങും ബോഡി തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ മാത്രമല്ല വേറൊരാളും കൂടെ ഉണ്ട്. അപ്പം എനിക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ. ഓക്കെ, അതത്രേ ഉള്ളൂ. ഓക്കെ, ഷീജ കമ്മിറ്റഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കമ്മിറ്റഡ് ആണ് കേട്ടോ. പിന്നെ പേരില്ലാത്തൊരു ഐഡിയ വന്നിട്ടുണ്ട്, ഹിന്ദു ഓർ മുസ്ലിം. ഞാൻ മുസ്ലിമാണ്, ഇസ്ലാം മുസ്ലിമാണ് ഞാൻ. അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മുസ്ലിം ആണോ, ഹിന്ദു ആണോ, ക്രിസ്ത്യൻ ആണോ. ഞാൻ മുസ്ലിമാണ് കേട്ടോ. ഓക്കെ, ജാസ്മിൻ ഇത്തായുടെ ആരാണ്? ആൻഡ് ഓൾസോ ജാസ്മിൻ ഇത്തായുടെ ബിഗ് ബോസിലെ പെർഫോമൻസ് കുറിച്ച് എന്താണ് അഭിപ്രായമുള്ളത്? ബിഗ് ബോസിൽ ജാസ്മിൻ അല്ലാതെ പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള ആരെയാണ്? ഗബ്രിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഓക്കെ, ചിന്നുവിൻ്റെ ബിഗ് ബോസിലെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല അഭിപ്രായം തന്നെ ഉള്ളത്. അവള് ഭയങ്കര ജെന്യൂനായിട്ട് നിന്നായിട്ട് എനിക്ക് തോന്നി. ഭയങ്കരമായിട്ട് ജെന്യൂനായിട്ട് നിന്ന കണക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ജാസ്മിൻ ബിഗ് ബോസിൽ പിന്നെ ആരെയാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അർജുനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അർജുൻ ഫസ്റ്റ് വന്ന സമയത്തല്ല, അർജുൻ എനിക്ക് മുൻകൂട്ടി തന്നെ എനിക്ക് ഇൻസ്റ്റയിൽ അറിയായിരുന്നു. അപ്പം ഇൻസ്റ്റയിൽ അറിയാന്ന് പറഞ്ഞാൽ എന്നെ അറിയത്തില്ല, എനിക്കറിയാം. ഞാൻ വീഡിയോസ് എല്ലാം കാണാറുണ്ടായിരുന്നു അർജുൻ്റെ. അപ്പോൾ ബിഗ് ബോസിൽ വന്നപ്പോഴത്തേക്കും അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ജാൻമണിയുടെയും നോറയുടെയും ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര ഫാനായി പോയി അത് കണ്ടിട്ട്. അർജുനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഗബ്രിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഗബ്രിയെ കുറിച്ച് പറയാനായിട്ട് എന്താ, അടിപൊളിയാണ് ഗബ്രി. പിന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് വന്നതാണ് കേട്ടോ. ഇനി കല്യാണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ട്. കല്യാണം എന്നാന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല കല്യാണം കഴിക്കാൻ. പിന്നെ കല്യാണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ല ഒരു 1 or 2 years ഇൻഷാല്ല. എന്തിനാ ദുബായിൽ ഗബ്രി ഫാമിലിയെ മീറ്റ് ചെയ്യാനുള്ള വ്ലോഗ് ഡിലീറ്റ് ചെയ്തത്? ഓക്കെ, ഗബ്രിയുടെ ഫാമിലിയെ മീറ്റ് ചെയ്യാൻ പോയപ്പോഴുള്ള വ്ലോഗല്ല, ഞാൻ ഷോർട്സ് ആയിട്ടിരുന്നത്. അത് ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ അത് നമ്മളിപ്പോൾ ഓരോരോ ഫാമിലിയെ കാണാൻ പോയതല്ലേ, അത് പേഴ്സണലായിട്ട് കാണാൻ പോയതല്ലേ, അവരെ പേഴ്സണൽ ലൈഫും അങ്ങനെ പോയതാണ്. അപ്പോൾ അത് പിന്നെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കുറച്ച് എങ്ങാണ്ട് ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് എനിക്ക് പിന്നെ നെഗ് വന്നു, അവരെ പേഴ്സണൽ ലൈഫല്ല എടുത്തത്. അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത കേട്ടോ, വേറെ ഇതൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ കാര്യം, അത് അവരുടെ പേഴ്സണൽ ലൈഫല്ലേ, അപ്പം അത് നമ്മളെടുത്തിടുന്നത് മോശമല്ലേ. ഇപ്പം നമ്മുടെ പേഴ്സണൽ ലൈഫ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. വേറെ ഒരാൾക്കുള്ള പേഴ്സണൽ ലൈഫ് അതും എൻ്റെ ഇതിനകത്ത് ഇടുന്നത് മോശമല്ല. അപ്പം അങ്ങനെ ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞ കേട്ടോ. സുഖമാണോ ഡിയർ? ചിന്നു മാളു അടിപൊളിയാട്ടോ, താങ്ക് യു സോ മച്ച്. പിക് വിത്ത് ജാസു ആൻഡ് ഗബ്രി. ഓക്കെ, ജാസ്മിൻ ആൻഡ് ഗബ്രി തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? എൻ്റെ അറിവിൽ ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടുമില്ല. അപ്പം നിങ്ങൾക്ക് എന്താ അങ്ങനെ തോന്നിയത് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ അറിവിൽ അവർക്ക് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വാട്ട് ഈസ് യുവർ റിലീജിയൻ? ഞാൻ ഇസ്ലാം മുസ്ലിം. ഹൗ ഈസ് ലൈഫ് ഗോയിങ്? അടിപൊളിയായിട്ട് പോകണം, അൽഹംദുലില്ലാ, നല്ല രീതിക്ക് തന്നെ പോകണം. ദുബായിൽ എവിടെയാണ് സ്റ്റേ ഒക്കെ? ഞാനിവിടെ നിൽക്കുന്നത് ദുബായിൽ അൽ ബർഷ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഞാൻ നിൽക്കുന്നത്. യുവർ റിയൽ നെയിം? എൻ്റെ റിയൽ നെയിം ചോദിച്ചിട്ടുണ്ട്. എൻ്റെ റിയൽ നെയിം നഫ്സി നസീർ എന്നാണ് കേട്ടോ. എൻ്റെ ശരിക്കുള്ള പേര് തന്നെയാണ്. കുറേ പേർക്ക് ഡൗട്ടുണ്ട് എൻ്റെ പേര് ഒറിജിനൽ തന്നെയാണോ, നഫ്സി എന്ന് പറയുമ്പോഴത്തേന് ഒറിജിനൽ തന്നെയാണോ ഈ പേരെന്നൊക്കെ, വെറുതെ ഗുമ്പിന് വേണ്ടി ഇട്ടതാണോ എന്നൊക്കെ കുറേ പേർക്ക് ഡൗട്ടുണ്ട്. പക്ഷേ എൻ്റെ റിയൽ നെയിം നഫ്സി എന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ, പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ദുബായിൽ എങ്ങനെ ഈ ജോബ് കിട്ടിയത്. പിന്നെ ഡയറക്റ്റ് മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്, എങ്ങനെയാണ് ദുബായിലെ ജോലി കിട്ടിയത് എന്നൊക്കെ ചോദിച്ചിട്ട്. ദുബായിൽ ജോലി കിട്ടാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ ഞാനിപ്പോൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. പേഴ്സണൽ മെസ്സേജും
DM ഒക്കെ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ ഭയങ്കര കോമ്പറ്റീഷനാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം കുറേ പേര് വന്നിട്ട് ജോലി അന്വേഷിക്കുന്നുണ്ട് ഇപ്പം നോക്കിയാലും ഇവിടെ വന്നിട്ട്. കാര്യം ഇവിടെ വിസിറ്റ് എടുത്ത് വരാൻ പറ്റുന്നതുകൊണ്ട് തന്നെ കുറേ പേര് കയറി വരുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇപ്പം ജോലി കിട്ടണമെന്നില്ല. കാര്യം അത്രയും ആൾക്കാർ ഇവിടെ നല്ല കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, നമുക്കിവിടെ മെയിനായിട്ട് ജോബ് കിട്ടാനായിട്ട് റെഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ജോലി കിട്ടും കേട്ടോ. കാര്യം ഇപ്പോൾ ഒരാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അവർക്ക് നമ്മളെ റെഫർ ചെയ്ത് കയറ്റാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കണക്ഷൻ ബിൽഡ് ചെയ്യണം. അതാണ് മെയിൻ കാര്യം. കണക്ഷൻ നമ്മൾ മാക്സിമം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ വഴി നമുക്ക് വരും. ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ പറഞ്ഞു തരും. അപ്പോൾ മാക്സിമം ഇവിടെ വന്നിട്ട് കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. ഓരോ ഫ്രണ്ട്സിനെ കൂട്ടുന്ന അനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെ വേക്കൻസി ഉണ്ട്, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പം അങ്ങനെയാണ് മെയിനായിട്ട് ഇവിടെ. അല്ലാണ്ട് ഇൻഡീഡ്, നൗക്കരി, ലിങ്ക്ഡിൻ ഇതിനകത്തൊന്നും വഴി ജോബ് കിട്ടിയതായിട്ട് പേഴ്സണലി എനിക്ക് അറിയത്തില്ല. അല്ലാണ്ട് ഈ ഒരു റെഫറൻസ് വഴിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ കിട്ടുന്നത്. അല്ലാണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല കേട്ടോ. അല്ലാണ്ട് കിട്ടുന്ന കുറവാണ്, ശരിക്കും ഭയങ്കര കുറവാണ്. റെഫറൻസ് അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ, ആ ഒരു വഴിയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ കുറേ ഗ്രൂപ്പുകളുണ്ട്, UAE വരുന്ന കുറേ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നടുത്ത് വേക്കൻസി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ അവർ ഇങ്ങനെ കോൺടാക്ട് ചെയ്യും. FBയിൽ കുറേ ഗ്രൂപ്പുകളുണ്ട്, അതായത് വാട്സപ്പിൽ കുറേ ഗ്രൂപ്പുകളുണ്ട്. അവരിങ്ങനെ ഇന്നടുത്ത് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ടൊക്കെ നമുക്ക് മെസ്സേജ് ഇങ്ങനെ ഇടും. അപ്പോൾ അതുവഴിയാണ് കുറേ പേര് അങ്ങനെയും കയറുന്നവരുണ്ട്. അല്ലാണ്ട് ഈ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നതായിട്ട് എനിക്ക് ഭയങ്കര കുറവായിട്ട് അറിയുന്ന കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ എനിക്കും റെഫറൻസ് വഴി തന്നെ കേട്ടോ എനിക്കും ജോലി കിട്ടിയത്. അല്ലാണ്ട് ഇവിടെ കിട്ടുന്നത് ഭയങ്കര കുറവാണ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ദുബായിയെ കുറിച്ച് കുറേ പേര് ചോദിച്ചു, ദുബായ് എങ്ങനെയുണ്ട്? ദുബായിയെ കുറിച്ച് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? അടിപൊളിയാണ്. ഭയങ്കര നമ്മുടെ നാട് വെച്ച് നോക്കുമ്പോഴത്തേനും എല്ലാം കൊണ്ടും ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. പിന്നെ ഭയങ്കര സേഫാണ് ഇവിടെ. നമുക്ക് ഗേൾസിനാണെങ്കിൽ തന്നെ, ഇത് ഒറ്റയ്ക്കാണെങ്കിലും ഇവിടെ മൊത്തം നടക്കാൻ പറ്റും. അങ്ങനെ ഭയങ്കര സേഫാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഒന്നും ഭയങ്കര എഫേർട്ട് ഇടേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിപ്പം ഫുഡ് ഓർഡർ ചെയ്യാനാണെങ്കിൽ തന്നെ നമുക്ക് റൂമിൽ ഇരുന്ന് തന്നെ ഓർഡർ ചെയ്യാം. അതിപ്പോൾ നാട്ടിലും പറ്റും. പക്ഷേ ദുബായിയുടെ ഏത് കോണിലുണ്ടെങ്കിൽ പോലും നമുക്കങ്ങനെ ഓർഡർ ചെയ്ത് എല്ലാം അപ്പം നമുക്ക് അവൈലബിൾ ആണ്. ഫുള്ള് എന്ത് കാര്യം അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ നല്ല ചൂട് സമയം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുക. നല്ല ചൂടുണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴത്തേന് തന്നെ നല്ല ചൂടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കണക്ക് ദുബായിൽ വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് അപ്ലൈ ചെയ്യുന്നവരായിരിക്കും കുറേ പേർക്ക് അറിയാമായിരിക്കും അതിനെ പറ്റിയിട്ട്. നമ്മളിപ്പം ഇൻഡീഡിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേന്, ഇൻഡീഡാണ് മെയിനായിട്ട് സ്കാം വരുന്നത്. കുറേ സ്കാമുകളുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ശരിക്കും ഫസ്റ്റ് വന്ന ടൈമിൽ ഞാൻ ഇങ്ങനെ ജോബ് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ പോയപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി. അവിടെ പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞു എല്ലാം ഓക്കെയാണ്, നല്ല സാലറി പാക്കേജും പറഞ്ഞു, ഫുഡ് അക്കോമഡേഷൻ എല്ലാം തരാം. അപ്പോൾ ഞാൻ സാലറി കേട്ടിട്ട് തന്നെ ഓക്കെ, ഞാനൊരു ഫ്രഷറാണ്, എന്നിട്ട് തന്നെ എനിക്ക് ഇത്രയും സാലറി കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓക്കെ. അപ്പോൾ അവർ കഴിഞ്ഞ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞാൽ പുറത്ത് വന്ന് കിട്ടി, അടുത്ത ആഴ്ച ജോയിൻ ചെയ്യാമെന്നുള്ളൊരു രീതിക്ക് തന്നെയായി. അതിനുശേഷമാണ് ഇവർ പറയുന്നത് നമ്മൾ ചെല്ലുമ്പോഴത്തേന് ഇന്നൊരു ഫീസ് അടയ്ക്കാനുണ്ടെന്ന് പറയും. മനസ്സിലായോ? കഴിഞ്ഞിട്ട് ഇത്രയും ഫീസ് 300 ദിറംസ് കൊടുക്കണം. അത് നമ്മുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോസസ്സിങ്ങിനും വിസ പ്രോസസ്സിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഒരു 300 ഫീസ് ചോദിച്ചു. അപ്പോൾ ജിസ്നൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ലാസ്റ്റ് എന്തെങ്കിലും പൈസയുടെ കാര്യം പറയുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വലിഞ്ഞോളാൻ പറഞ്ഞു. കാര്യം അവനിക്ക് ഇവിടെ വന്ന എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് അവൻ എനിക്ക് പറഞ്ഞു തന്നു. ഇപ്പം വേറെ ആരെങ്കിലും പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയണമെന്നില്ല. അപ്പോൾ അതാ പറഞ്ഞത്, നമ്മൾ ഇൻ്റർവ്യൂവിന് ചെല്ലാൻ നേരത്ത് അവർ പൈസ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് സ്കാമാണ്. പിന്നെ നിങ്ങൾ ജോലി കിട്ടിയില്ലല്ലോ, പൈസ കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ജോലി കിട്ടിയില്ല, അവിടെ പോയി അന്വേഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഏജൻസി അവിടെ കാണത്തില്ല, അങ്ങനെ ഒരു കമ്പനിയും ഇല്ല, അവിടെ ആരും കാണത്തില്ല. അതാണ് ഇവിടുത്തെ ഒരു കാര്യം. അപ്പോൾ മാക്സിമം അങ്ങനത്തെ ഉള്ളതിലൊന്നും സ്കാമിലൊന്നും പെടാതിരിക്കുക. ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അങ്ങനത്തെ ഉള്ള കുറേ ഉണ്ട്. ശരിക്കും നല്ല കുറേ ഏജൻസീസ് അങ്ങനെ ഉണ്ട് ഇവിടെ. അതറിയാവുന്നവരുണ്ട്, അങ്ങനെ പോയിട്ടുള്ള കുറേ പേരുണ്ട്. അപ്പം ഞാൻ കുറേ ഇൻ്റർവ്യൂസ് എനിക്ക് അങ്ങനെ കിട്ടി. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ വെബ്സൈറ്റ് ഉണ്ടോ എന്ന് നോക്കും. ഇവർക്ക് അങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടോ, അവരുടെ വെബ്സൈറ്റിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്, അങ്ങനത്തെ ഉള്ള കാര്യം. ഇങ്ങനെയുള്ളവർക്ക് മെയിനായിട്ട് വെബ്സൈറ്റ് കാണത്തില്ല. വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് ജോബ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നവരോ അങ്ങനത്തെ റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് DM അയക്കുക. ഇതിനകത്ത് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ചോദിക്കുക. പിന്നെ എന്നെ കൊണ്ട് അറിയാവുന്ന ആണെങ്കിൽ ഞാൻ മാക്സിമം ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പൊ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ഗൈസ്.